ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം നമ്മൾ രാവിലെ പാലത്തിൽ സഭയ്ക്കിടാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. ജോസിന് ഇപ്പം ഉണ്ട് പുറയിൽ. വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. സുധീഷ് പുഴ വന്നിട്ടുണ്ട്. പക്ഷേ സുധീഷ് പുഴ അപ്പുറത്തെ പാലയില്ലേ, ആ പാലം വെണ്ടുരുത്തി പാലത്തിലാണ് പോയേക്കണത്. സുധീഷും ഉണ്ട്, നമ്മുടെ ഷിബുവും ഉണ്ട്. ചൂണ്ടിടാനുള്ള സമയമായിട്ടില്ല, വെള്ളം ഇറക്കാൻ തുടങ്ങിയിട്ടില്ല. ബൈറ്റ് ഇട്ട് മീൻ പിടിക്കാൻ പറ്റിയ സമയമാണ്, പക്ഷെ ബൈറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ബൈറ്റ് ഞാൻ മനഃപൂർവ്വം എടുക്കാൻ ഞാൻ കാരണം രണ്ടും കൂടി നടക്കില്ല. നമ്മൾ സഭയ്ക്ക് ഇടുകയാണെങ്കിൽ സഭയ്ക്കിൽ മാത്രം ശ്രദ്ധിക്കുക. ബൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ആയലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, സഭയ്ക്ക് നമ്മളിപ്പോൾ ലോങ്ങിലാണ് കിട്ടുന്നത്. അപ്പോൾ കാല് വന്നാൽ പെട്ടെന്ന് വലിച്ചു മാറ്റുകയൊക്കെ ചെയ്യണം. അപ്പോൾ അത് കാരണം നമുക്ക് രണ്ടും കൂടി നടക്കില്ല. രണ്ടും കൂടി നടന്നാൽ നമുക്ക് ഏതെങ്കിലും ഇട്ടുകൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു സഭയ്ക്ക് ഇറങ്ങിയാണ്. പുതിയതൊന്നുമല്ല, കാര്യം ഞാൻ വെണ്ടുരുത്തി പാലത്തിന് മുമ്പ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇടുന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ കളർ കണ്ട, രണ്ട് കളറാണ്, ഒരു റെഡും യെല്ലോയും. വലിയ വറ്റകൾ പിടിക്കാൻ വേണ്ടി ഇടുന്ന സാധനം. ഈ യെല്ലോയിലൊക്കെ ഇടില്ല, വലിയ വറ്റകൾ 2 കിലോ 3 കിലോളം വറ്റകൾ പിടിക്കാറ്. അപ്പോൾ അതൊരു സീസണിലാണ് അടിക്കുന്നത്, കാര്യം എപ്പോഴും അടിക്കില്ല. ഇത് നമുക്കത് മനസ്സിലാക്കുമ്പോൾ ഈ സാധനം കെട്ടിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ സഭയ്ക്ക് വെക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു 55 കുളത്തുള്ള ഒരു സഭയ്ക്ക് ഞാൻ ഇറക്കിയെന്ന് പറയില്ലേ, പഴയത്. അതിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഇവിടെ അന്ന് മീനടിച്ചതിൽ മിക്ക വറ്റയും ഈ കളറിലാണ് അടിച്ചത്, ഈ സാധനത്തിലാണ് അടിച്ചത്. അപ്പോൾ ഇത് അടിക്കുന്ന ഒരു സമയമാണെന്നുള്ള ഏകദേശം ഒരു സൂചന കിട്ടുക കാരണം നമ്മളത് റെഡി ആയിക്കൊണ്ടിരിക്കും. നമുക്കത് ഇട്ടുന്നത് നോക്കാം. രണ്ടാമത് പരീക്ഷണം സക്സസ് ആണെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം തിരിയാത്ത പറഞ്ഞേ കാലയിൽ ഇങ്ങോട്ട് കുരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേണ്ട, കാലയിൽ ഇങ്ങനെ വെറുതെ ഇട്ട് കുരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മീൻ അടിച്ചു, നല്ല കിടിലം പറ്റ കണ്ട, ഒരു 300 ഗ്രാമൊക്കെ ഉണ്ടാവും. തുടക്കം കുഴപ്പമില്ല അല്ലേ, സമയമായിട്ടില്ല എങ്കിലും നമുക്കൊരു വെറുതെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേച്ചാണ് ഒരെണ്ണം കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ സഭയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയി കേട്ടോ. ഒരു ചൂണ്ട ഇറക്കിയിട്ടുണ്ട്, ഒരു ചൂണ്ടതില്ലേ തെർമക്കോളുണ്ടോ, അത് നമ്മൾ ഇറക്കിയിട്ടിരിക്കുക. അപ്പം അടുത്ത നമ്മൾ ഇറക്കാൻ പോയി. ഇതാണ് നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്യാനുള്ള സഭയ്ക്ക്. ഇങ്ങനത്തെ 2 കളറാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് വലിയ വറ്റകൾ പിടിക്കാനായിട്ട് ഏറ്റവും നല്ല കളറാണ്, ഇതിൻ്റെ ഗിൽറ്റാണിത്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് 15 കുളത്തുണ്ട് കേട്ടോ, ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ സെൻറ്ററിൽ നമ്മളൊരു വെയിറ്റ് ഇട്ടിട്ടുണ്ട്. 15 കുളത്ത് കഴിയുമ്പോൾ അതിന് നടുക്കൊരു വെയിറ്റ്, അത് അവിടെ 2 ജോയിൻ ചെയ്തതാണ്. ഇതെൻ്റെ പഴയ സഭയ്ക്കാണ്, മറ്റേ സഭയ്ക്കാണ്. ആ സഭയ്ക്കിൽ ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്തേക്കണതാണ്. അപ്പോൾ അതിൻ്റെ ആ വെയിറ്റുമ്പോൾ തന്നെയാണ് ഇത് കെട്ടിയേക്കണത്. അപ്പോൾ ഇത്തിരി റിസ്ക് എടുത്താണ് നമ്മൾ ഇടുന്നത്, പക്ഷേ ഇത്തിരി ചാൻസ് കൂടുതൽ കിട്ടും. ഇത് നമ്മൾ ഒരു പോർഷൻ സഭയ്ക്ക് വെർട്ടിക്കൽ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു പോർഷൻ സഭയ്ക്ക് ഈ പോർഷൻ സഭയ്ക്കുണ്ടല്ലോ, അത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് അടിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി റിസ്ക് ഉണ്ട്, ചിലപ്പോൾ ഇത് താഴെ ഉടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മളിത് താഴേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ട ഇങ്ങനെയാണ് കിടക്കുന്നത്. കണ്ട ഇതിൻ്റെ അട്രാക്ഷൻ കണ്ട, നല്ല ക്രിസ്മസിന് സീരിയലായിട്ടൊക്കെ ഇട്ട് അലങ്കരിച്ച പോലെ അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ മീനെ അട്രാക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ദേ ഇവിടെ ചൂണ്ടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജോസിൻ്റെ ചൂണ്ടയിൽ മീനടിച്ച്. ജോസ് അധികം ദൂരം വിട്ടില്ല കേട്ടോ, ഈ അടുത്ത് തന്നെ ജോസ് പിടിച്ചു. അടിപൊളി. നേരത്തെ പറഞ്ഞാൽ കിട്ടിയില്ലേ? നേരത്തെ പറഞ്ഞാൽ കിട്ടി. നമ്മുടെ ചൂണ്ടയിൽ മീനടിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല വന്നെ വേണ്ട, പായലും വരുന്നുണ്ട്. ഇത് 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പിൽ 2 കയറി, ഒരെണ്ണം സഭയ്ക്കലും കയറിയിട്ടുണ്ട്, മറ്റേ താഴെ ഇട്ടപ്പോൾ അളവിൽ കയറിയിട്ട്. ഒരു ജോസിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാം.
ജോസ് ഇപ്പുറത്തേപ്പെട്ടെ ജോസിനെ വിളിച്ചിട്ട് നമുക്ക് വീഡിയോ എടുപ്പിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും നടക്കില്ല. ഇവിടെ നടന്നു, ഇവിടെ നടന്നു. റെക്കോർഡിങ് കിടക്കും കേട്ടാ. രണ്ടാം തവണ കേട്ടാ, ആദ്യത്തെ തവണയിൽ രണ്ട് വട്ട കയറി, തവണയാണ് 3-4 വട്ടയുണ്ട്. ഓ ആ കുറ്റിക്ക് അപ്പുറത്തേക്ക് വിട്ടില്ല ഞാൻ. മീൻ പോകുന്നേ അതാണ്. വെയിറ്റ് കുറച്ചിട്ടെ വെയിറ്റ് മാറ്റിട്ട് തെർമോക്കോൾ ഇട്ടിട്ടൊന്ന് ചില സമയത്ത് താഴെ ആയിരിക്കും, ചില സമയത്ത് മേലായിരിക്കും മീൻ അടിക്കുന്നത്. മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ തന്ത്രമായിട്ട് ഇതിപ്പോ ചെറിയ വെയിറ്റ് മുമ്പിൽ കിടപ്പുള്ളു, 50 ഗ്രാമേ കിടപ്പുള്ളു. ക്യാമറയിൽ അണിച്ചാണ്ട് ഇതേ കിട്ടണുള്ളു, മറ്റേ ഇത് മീനെ ഞാൻ മാത്രം എടുക്കട്ടെ. ഇപ്പൊ അത്യാവശ്യം പറ്റിയ തന്നെ. അടിപൊളി. ആ തുണിയല്ലേ ഞാൻ കറക്റ്റ് മേടിച്ചേക്കണേ. പക്ഷെ ആ തുണി മാത്രം ഇടുമ്പോ തുണി മാത്രം ഇടണോ തോന്നാ. തുണി മാത്രം ഇട്ടില്ലെങ്കിലേ കിരുത്തി കയറി കുരുങ്ങി പോകുന്നുണ്ട്. ഓക്കെ, ജോസാണ് നമ്മള് വീഡിയോ എടുത്തത്. ഇല്ലാണ്ടത് ഇവിടെ മറ്റത്തുണി കണ്ട ഈ സാധനത്ത് എൻ്റെ പഴയതാണ്. ഇത് 2 വർഷമായിട്ട് ഇവിടെ ഇരുന്ന സാധനം പൊട്ടിപ്പോയി, എൻ്റെ ബാലൻസാ കേട്ടാ. ഇതും കൊള്ളാം. നമ്മുടെ ഫാറ്റ് ബോയ് ഇല്ലേ, ഫാറ്റ് ബോയിൽ അടിച്ചാ കണ്ട, ലുക്കാന കൊളുത്ത് കണ്ട, ലുക്കാന ഫാറ്റ് ബോയ്. അത് നേരത്തെ അന്ന് പൊട്ടിപ്പോയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ബാലൻസ് ഒരു 5 കൊളുത്തുണ്ടാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് കിട്ടിയ പറ്റ കേട്ടോ. അപ്പം നമ്മൾ ചൂണ്ടയിടലൊക്കെ മതിയാക്കി. ഞാനിത് ഒരു സബിക്കയിൽ പിടിച്ച പറ്റയാണ്. പഴയ സബിക്ക്, പഴയ ഗിൽറ്റിൽ പിടിച്ചതാണ്. ഞാൻ രണ്ടാമത് ഒരു പുതിയ സബിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ തുണിയൊക്കെ വെച്ചിട്ട്. പക്ഷേ എനിക്കത് ഇറക്കാനുള്ള സമയം കിട്ടിയില്ല. കാര്യം ഞാൻ ആദ്യം ഇറക്കിയത് പഴയതാണ്. അപ്പോൾ ഈ പഴയതിൽ തന്നെ മീനടിച്ച് അത് വലിച്ച് കയറ്റിയ ശേഷം വീണ്ടും ഇറക്കി അപ്പം തന്നെ അതിനകത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് പുതിയത് ഇറക്കാൻ പറ്റിയില്ല. ഞാൻ 2 തവണ ചൂണ്ട ഇട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.